നമസ്കാരം. യുഎഇയിൽ ഡിസംബറിനെ അപേക്ഷിച്ച് ജനുവരി മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശൈത്യകാലത്തിന്റെ പാരമ്യവും പുതുവത്സരാഘോഷങ്ങളിലെ ഒത്തുചേരലുകളും വിദേശ യാത്രകൾ കഴിഞ്ഞ് ആളുകൾ തിരിച്ചെത്തിയതുമൊക്കെ രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളായി മാറുന്നു. ജനുവരിയിൽ സ്കൂളുകൾ റീഓപ്പൺ ചെയ്തതോടെ കുട്ടികൾക്കിടയിലും അണുബാധകൾ വേഗത്തിൽ പടരുന്നുണ്ട്. 10 രോഗികളിൽ 8 പേർക്കും ഇൻഫ്ലുവൻസ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുവെന്നത് സ്ഥിതിയുടെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപ്രതീക്ഷിതമായ തണുപ്പും അന്തരീക്ഷത്തിലെ ഈർപ്പവും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രവാസികളും സ്വദേശികളും ഒരുപോലെ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അണുബാധയുടെ നിരക്ക് ഉയർന്നു കഴിഞ്ഞു. എല്ലാ വർഷവും ജനുവരിയിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നതായും 10 മുതൽ 8 പേർക്കും ജലദോഷം, പനി തുടങ്ങിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തവണ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞു. കൂടാതെ അവധിക്കാലത്തെ യാത്രകളും മറ്റും കഴിഞ്ഞ് ആളുകൾ മടങ്ങിയെത്തുമ്പോൾ അണുബാധകൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളുകളിൽ എത്തുമ്പോൾ അണുബാധകൾ വേഗത്തിൽ പടരുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്കൊപ്പം പുതിയ വൈറസ് വകഭേദങ്ങൾ എത്താനുള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല. അതേസമയം യുഎഇയിൽ തണുപ്പ് കൂടുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട്. ഒപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പവും പൊടി ഉയരുന്നതും പ്രവാസികൾക്കിടയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ജലദോഷം, പനി, തൊണ്ടവേദന, ചുമ, അമിതമായ ക്ഷീണം എന്നിവയാണ് ഈ സീസണിൽ പ്രധാനമായും ആളുകളിൽ കാണപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥ മാറുന്നതിനൊപ്പം അലർജി സംബന്ധമായ പ്രശ്നങ്ങളും ചില ആളുകളിൽ കണ്ടുവരുന്നു. കൂടാതെ യുഎഇയിലെ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച സീസണൽ ഇൻഫ്ലുവൻസ അവയർനെസ് ക്യാമ്പയിനിന്റെ ഭാഗമായി യുഎഇയിലെ മുഴുവൻ ആളുകളും അധികൃതർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഇൻഫ്ലുവൻസ വാക്സിൻ സ്വീകരിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, മാസ്ക് ധരിക്കുക, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക, തണുപ്പിൽ നിന്ന് രക്ഷ നേടുക, കഴിവതും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾ പാലിക്കുന്നത് വഴി ഒരു പരിധിവരെയൊക്കെ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാനാകും. കൂടാതെ വരും ദിവസങ്ങളിൽ താപനില 9 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകാനും സാധ്യതയുണ്ട്. അതിനാൽ മുതിർന്നവരും കുട്ടികളും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. ഒപ്പം അസുഖ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കണം. ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ച് സ്വന്തമായിട്ട് ചികിത്സ തുടങ്ങും. പക്ഷെ പലപ്പോഴും ഇത് പല അപകടങ്ങളിലേക്കും വലിയ പ്രത്യാഘാതങ്ങളും എല്ലാം കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. തിരക്കേറിയ സ്ഥലങ്ങളിലും സ്കൂൾ ബസ്സുകളിലും മാസ്ക് ധരിക്കുന്നത് വൈറസ് വ്യാപനം 60% മുതൽ 70% വരെ കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പുലർത്തുന്ന ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന ഒരു സമയം കൂടിയാണെന്ന് ഓർക്കണം. യുഎഇയുടെ സീസണൽ ഇൻഫ്ലുവൻസ അവയർനെസ് ക്യാമ്പയിനിൽ നിർദ്ദേശിക്കുന്ന പ്രകാരം സ്വയം സുരക്ഷിതരാകുക എന്നത് സമൂഹത്തിന്റെ കൂടി സുരക്ഷയാണ് ലക്ഷ്യം വെക്കുന്നത്. താപനില വരും ദിവസങ്ങളിൽ 9 ഡിഗ്രി സെൽഷ്യസിനും താഴേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ മുതിർന്ന പൗരന്മാരും ഗർഭിണികളും കുട്ടികളും പ്രത്യേക കരുതൽ എടുക്കണം. അസുഖ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി അംഗീകൃത മെഡിക്കൽ സെന്ററുകളെ സമീപിക്കണം. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനൊപ്പം പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നത് പ്രതിരോധശേഷി നിലനിർത്താൻ സഹായിക്കും. ആരോഗ്യപൂർണമായ ഒരു ശൈത്യകാലം ഉറപ്പാക്കാൻ അധികൃതരുടെ നിർദ്ദേശങ്ങൾ ഓരോ പ്രവാസിയും കർശനമായി തന്നെ പാലിക്കണം. കാലാവസ്ഥ മാറി മറിഞ്ഞിരിക്കുകയാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെയൊക്കെ ഫലമായി പല രോഗങ്ങളും പ്രവാസികളെ തേടി എത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ദോഷത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ യുഎഇ പോലുള്ള രാജ്യങ്ങളിൽ അത് പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യത്തെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്നത് കൂടിയാണ്. പതിവിലും നേരത്തെ എത്തുന്ന തണുപ്പും അപ്രതീക്ഷിതമായ മൂടൽമഞ്ഞും വായുവിലെ പൊടിയുടെ അളവ് കൂടുന്നതുമൊക്കെ രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ജോലി തിരക്കിനിടയിൽ സ്വന്തം ശരീരം നൽകുന്ന സൂചനകൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. യുഎഇ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും കൃത്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെയും മാറുന്ന കാലാവസ്ഥയിലെ രോഗങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. സ്വയം ചികിത്സ ഒഴിവാക്കുക, നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക, പ്രത്യേകിച്ച് മാസ്ക് ഒക്കെ ധരിച്ച് മുൻകരുതലുകൾ എടുക്കാൻ മടിക്കരുത്.